പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ ഒരു പ്രഭാതം കൂടി ഉണർത്തി ഒരു പകൽക്കാലം കൂടി നൽകിയിരിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ഈ മധ്യാഹ്നത്തോടെടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് തമ്പുരാന് നന്ദി പറയാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഈ തിന്മയൊന്ന് കെട്ടടങ്ങുവാൻ വേണ്ടി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് നേരെയാകാൻ ആഗ്രഹിക്കുന്നു. അതിന് ദുഷ്ടൻ സമ്മതിക്കുന്നില്ല. ഇന്ന് കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധ്യാനഗുരുക്കന്മാർ, ദേവാലയങ്ങളിലെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നവരും ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നവരും വിദേശ രാജ്യങ്ങളിൽ പോയി ധ്യാനം നടത്തിക്കൊണ്ടിരുന്നവരുമായ ഒരുപാട് നല്ല ധ്യാന ഗുരുക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ശുശ്രൂഷകൾ വളരെ വലിയ അഭിഷേകമുള്ളതായിരുന്നു. അന്ന് അവർ പിശാചിനോട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അവ ഇറങ്ങി ഓടിപ്പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ ശുശ്രൂഷകളിൽ ജനിച്ചിട്ട് നടക്കാത്ത കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നത് 2 പുരോഹിതരുടെ കൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രവചനം, സമൂഹത്തിൽ പ്രവചനമുണ്ടാകുന്നു, പ്രവചനത്തിന് വ്യാഖ്യാനം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വളരെ വലിയ അഭിഷേകത്തോട് ശുശ്രൂഷ ചെയ്ത പുരോഹിതരെ ഓർക്കുകയും, അത് ഞാൻ ഇന്ന് മറ്റൊരു പ്രത്യേക കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ധ്യാന ഗുരുക്കന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പലരും ജീവിച്ചിരിക്കുന്ന അവരോട് ഞാൻ പറയുകയാണ്, ഇന്നൊരു പിശാചിനെ ശാസിച്ച് പുറത്താക്കാൻ അവർക്ക് പറ്റുമോ? ഇന്നവർക്കൊരു രോഗിയെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ? കാരണം പറ്റുമോ എന്ന് ചോദിക്കാൻ കാരണം, അങ്ങനെ ഇപ്പോഴും ദൈവത്തോട് ചേർന്ന് അനുസരണയോടെ ജീവിക്കുന്ന നിരവധി ധ്യാനഗുരുക്കന്മാർ മറ്റുള്ള രൂപതകളിലുണ്ട്, മറ്റുള്ള പല ധ്യാന കേന്ദ്രങ്ങളിലുണ്ട്. അവിടെയെല്ലാം ഇന്നും അത്ഭുതം നടക്കുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പഴയ ധ്യാന ഗുരുക്കന്മാരെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അന്ന് നിങ്ങൾ പിശാചിനെ ഓടിച്ചതുപോലെ, രോഗശാന്തി കൊടുത്തതുപോലെ, പ്രവചനങ്ങൾ കൊണ്ടുവന്നതുപോലെ, വ്യാഖ്യാനം സമൂഹത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ഇന്നൊന്ന് പ്രവർത്തിപ്പിക്കാമോ? നിങ്ങൾ എത്ര തട്ടിട്ട് തുള്ളിയാലും, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരിക്കലും ഇനിയും നിങ്ങളുടെ പേരിൽ അത് വരാൻ സാധ്യതയില്ല. കാരണം അന്ന് കർത്താവിൻ്റെ കൂടെയായിരുന്നു നിങ്ങൾ. കർത്താവിൻ്റെ കൂടെ ആയിരുന്നു നിങ്ങളെ സാത്താന് പേടിയായിരുന്നു. ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ അല്ല. അന്ന് നിങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല ഇന്ന് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങളെ ഇന്ന് നയിക്കുന്നത് ലോകാരൂപിയാണ്. ആ ലോകാരൂപി ലോകത്തിൻ്റെതായ കാര്യങ്ങൾ മാത്രം മതിൽ പിടിച്ചും ബലപ്പെട്ടുമൊക്കെ വലിയ തൻ്റെടം കാണിക്കുന്ന അഹങ്കാരികളായി മാറി നിങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? വേണ്ടത് നിങ്ങൾക്ക് എപ്പോഴും പറയാം പരിശുദ്ധാത്മാവാണെന്ന്. അവിടെ മാവുണ്ടെങ്കിൽ മാങ്ങ ഉണ്ടാവുമല്ലോ, അല്ല മാങ്ങ കേട്ടാൽ ഇത് മാവയിൽ നിന്നാണെന്ന് പറയുമല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആദ്യം വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആദ്യത്തെ ഫലം സ്നേഹമാ. നിങ്ങളിൽ നിന്ന് വരുന്നില്ല. സ്നേഹമുണ്ടെങ്കിൽ അനുസരണയുണ്ട്, സഹകരണമുണ്ട്, വിധേയത്വമുണ്ട്. ഇതൊന്നുമില്ലാത്ത നിങ്ങൾ ഇന്ന് വെറുവച്ചന്മാരാണ്, വെറുവച്ചന്മാർ. ഒരിക്കലും നിങ്ങളെ ഇനിയും തമ്പുരാന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എവിടെ നിന്ന് എവിടേക്കാണ് നിങ്ങൾ പതിച്ചതെന്ന്. ദൈവത്തിൻ്റെ മടിയിൽ നിന്ന് നിങ്ങൾ ലോകത്തേക്ക് വീണു. നിങ്ങളെ സാത്താൻ മുതലാക്കി നിങ്ങളുടെ ഉള്ളിൽ കയറിയ വെറുപ്പ്, വിദ്വേഷ, വാശി, വൈരാഗ്യങ്ങൾ കൊണ്ട് ഇടവകകളിലുള്ള കുറേ ജനത്തെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടി. അങ്ങനെ തന്നെയാണല്ലോ ആദ്യകാലങ്ങളിൽ സംഭവിച്ചത്. ലൂസിഫറിൻ്റെ കൂടെ കുറേ പേര് കൂടി അവസാനം സ്വർഗം വിട്ട് പുറത്തു പോയതുപോലെ നിങ്ങൾ ചാപിള്ള പോലെ പുറത്തു പോകേണ്ടി വരും. സംശയമൊന്നും വേണ്ട. ഇനി സഭയിൽ നിന്നാൽ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നല്ല ജനത്തെ സമൂഹത്തെ നയിക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്ത സങ്കടമാണ് കേട്ടോ. ചങ്കോട് ചേർത്ത് വെച്ച പുരോഹിതര് വെറും വേസ്റ്റായിട്ട് മാറുന്ന, ഫലമില്ലാത്ത, നന്മയില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, കൃപയില്ലാത്ത പൗരോഹിത്യത്തിലേക്ക് നിങ്ങളെ നയിച്ച ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഇപ്പോഴുമുണ്ട്. ഇനി അടുത്തൊരു ചാൻസ് കൂടി മാത്രമേ ഉള്ളൂ, അവസാന ചാൻസാണ്.
സഭ പറയുന്നു, തൊട്ടടുത്ത സമയത്തിനോടകത്ത് മാനസാന്തരപ്പെട്ടാൽ, മുട്ടുകുത്തിയാൽ, ക്ഷമ ചോദിച്ചാൽ, കർത്താവെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ഇടയനെ നീ അനുസരിച്ചാൽ ഉറപ്പ് രക്ഷപ്പെടാൻ ഇപ്പോഴും വഴിയുണ്ട്. അഹങ്കാരം വെടിയാം. നിങ്ങൾക്ക് വേണ്ടി കണ്ണീരോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇതൊരു വെല്ലുവിളിയായി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് അങ്ങനെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എളിമപ്പെട്ട് വിനയപ്പെട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ വിനീതരായി ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന നിരന്തരം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. പോരായ്മകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് മടങ്ങി വരാൻ സാധിക്കുമെങ്കിൽ അത്ഭുതം പോലെ നിങ്ങൾ അനുഗ്രഹമായി തീരും, അല്ലെങ്കിൽ ശാപമായി തീരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന ഓരോ മക്കളും ധ്യാനഗുരുക്കന്മാർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഇത് കുഞ്ഞുമോൻ പുന്നപ്പറ എന്ന് പറഞ്ഞ് തകർന്ന ഒരു മനുഷ്യൻ്റെ, ജഡം തകർന്നതും ആത്മാവ് തകരാതെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ബലം നൽകിയ ഒരു മനുഷ്യൻ്റെ വെല്ലുവിളിയാണത്. ദൈവനാമത്തിലാണ് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ സഹായിക്കട്ടെ. ആമേൻ. ഇത് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ.